യുക്രൈനിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ യുക്രൈനിയൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള പദ്ധതികൾ നാറ്റോ അണിയറയിൽ ഒരുക്കുന്നതായി റഷ്യയുടെ ഫോറിൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു. റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾക്ക് ഒരു പ്രധാന തടസ്സമാണ് സെലൻസ്കിയെ പാശ്ചാത്യ ഉദ്യോഗസ്ഥർ കാണുന്നതെന്നും റഷ്യൻ ഫോറിൻ ഇന്റലിജൻസ് സർവീസ് റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രസിഡൻഷ്യൽ കാലാവധി ഔദ്യോഗികമായി അവസാനിച്ചിരുന്നു. എന്നാൽ റഷ്യയുമായുള്ള സംഘർഷം മുതലെടുത്ത് 2022 ഏർപ്പെടുത്തിയ പട്ടാള നിയമം പിന്തുടർന്ന് അദ്ദേഹം അധികാരത്തിൽ തുടരുകയായിരുന്നു. പാശ്ചാത്യ നേതാക്കൾക്ക് സംഘർഷം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ അതിന് തടസ്സം നിൽക്കുന്നത് സെലൻസ്കി ആണെന്നുമാണ് അവർ ആരോപിക്കുന്നതെന്ന് റഷ്യൻ ഫോറിൻ ഇന്റലിജൻസ് സർവീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നാറ്റോ പോലും അദ്ദേഹത്തിന് സമയം കഴിഞ്ഞുവെന്നാണ് കരുതുന്നതെന്ന് റഷ്യൻ ഫോറിൻ ഇന്റലിജൻസ് സർവീസിൽ പ്രസ്താവന അവകാശപ്പെടുന്നുണ്ട്. സെലൻസ്കിയെ താഴെയിറക്കാൻ നാറ്റോ ഒരു പ്രചാരണ പരിപാടി തന്നെ ആസൂത്രണം ചെയ്യുന്നതായാണ് വിവരങ്ങൾ. അതിനുള്ള ആയുധങ്ങളൊക്കെ നാറ്റോ കരുതിക്കൂട്ടി വെക്കുകയും ചെയ്തു. സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന ഏകദേശം $1.5 ബില്യൺ ഫണ്ട് തട്ടിയെടുക്കുന്നതായി ബന്ധപ്പെട്ട കേസിൽ സെലൻസ്കിയെ ബന്ധിപ്പിക്കുന്ന അതീവ രഹസ്യ വിവരങ്ങൾ പുറത്തുവിടാനാണ് പാശ്ചാത്യ ഉദ്യോഗസ്ഥർ പദ്ധതിയിടുന്നതെന്നും SVR പറയുന്നു. ഇതിനു പുറമെ സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ച ഏകദേശം 1,30,000 യുക്രൈനിയൻ സൈനികരുടെ ശമ്പളം വഴിതിരിച്ചു വിടാനുള്ള പദ്ധതികളും സെലൻസ്കിയുടെ ഭരണകൂടം നടത്തുന്നതായി റിപ്പോർട്ട് അവകാശപ്പെടുന്നു. ഡീസൽ ഇന്ധനം വാങ്ങുന്നതിനുള്ള $400 മില്യൺ സഹായം സെലൻസ്കി സംഘവും തട്ടിയെടുത്തതായി അമേരിക്കൻ പത്രപ്രവർത്തകൻ സെയ്മൂർ ഷെർഹിയുടെ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആഫ്രിക്കയിലെ സായുധ ഗ്രൂപ്പുകൾക്ക് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വിതരണം ചെയ്ത ആയുധങ്ങൾ നിയമവിരുദ്ധമായി വിറ്റതിലും സെലൻസ്കിക്ക് പങ്കുണ്ടെന്നാണ് SVR പറയുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് യുക്രൈനുമായുള്ള ഭാവി പാശ്ചാത്യ പിന്തുണ ഏറെ മുന്നേ തന്നെ അനിശ്ചിതത്വത്തിലായിരുന്നു. ഇപ്പോൾ യുദ്ധക്കളത്തിലെ സാഹചര്യം എന്തു തന്നെയായാലും യുക്രൈനെ ഒരു റഷ്യൻ വിരുദ്ധ അടിത്തറയായി നിലനിർത്തുക എന്നത് തന്നെയാണ് നാറ്റോയുടെ ലക്ഷ്യം. അതിപ്പോൾ യുക്രൈന്റെ അവസാനത്തിലാണെങ്കിൽ കൂടിയും. പക്ഷേ SVRന്റെ ഈ അവകാശവാദങ്ങളോട് നാറ്റോ ഉദ്യോഗസ്ഥരോ യുക്രൈനോ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അസോസിയേറ്റഡ് പ്രസ്സുമായുള്ള തന്റെ സമീപകാല അഭിമുഖത്തിൽ റഷ്യ ചർച്ചകളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണെന്ന് സെലൻസ്കി ആരോപിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഏതെങ്കിലും ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് പാശ്ചാത്യ സുരക്ഷാ ഉറപ്പുകൾ നൽകുന്നതിന് വേണ്ടിയുള്ള ആവശ്യകതയും സെലൻസ്കി ഊന്നി പറഞ്ഞിരുന്നു. ഈ ഉറപ്പുകൾ നൽകുന്നതിന് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം നാറ്റോയിൽ യുക്രൈന്റെ അംഗത്വമായിരിക്കുമെന്ന് സെലൻസ്കി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ചർച്ചകൾക്കിടയിൽ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഏകദേശം 2 ലക്ഷം പാശ്ചാത്യ സൈനികരെ യുക്രൈനിലേക്ക് വിന്യസിപ്പിക്കണമെന്ന സെലൻസ്കിയുടെ ആവശ്യവും നിലവിൽ നിൽക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ സെലൻസ്കി നടത്തുന്നത് കടുത്ത വിലപേശലാണ് എന്നത് വ്യക്തവും. ഈ പിടിവാശികളെല്ലാം തന്നെ യുക്രൈന്റെ ഭാവിയും വിശാലമായ ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയിലും കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്. ചില നിബന്ധനകളോടെ സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ റഷ്യ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ റഷ്യയുമായുള്ള ചർച്ചകൾ നിരോധിക്കുന്ന സെലൻസ്കിയുടെ 2022 പ്രഖ്യാപനം ഒരു പ്രധാന തടസ്സമായി രാജ്യം ചൂണ്ടിക്കാട്ടി. ഇതോടെ സംഘർഷം മരവിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും യുക്രൈന്റെ നാറ്റോ പ്രവേശനം അനുവദിക്കാനാവില്ലെന്നും റഷ്യൻ നേതൃത്വം പ്രസ്താവിക്കുകയായിരുന്നു. അതേസമയം സെലൻസ്കി ഭരണകൂടത്തിന് ഇതുവരെയും ട്രംപിന്റെ ഭരണകൂടവുമായി ഫലപ്രദമായ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മുൻ യുക്രൈനിയൻ പ്രസിഡന്റ് പ്യൂട്ടിൻ പോറോഷെങ്കോ വിമർശിച്ചു. നയതന്ത്ര ബന്ധം തുടരുന്നതിനായി തന്റെ സംഘം അമേരിക്കയിലേക്ക് പോകാൻ പദ്ധതിയിടുന്നുണ്ടെന്നും മുൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു.